ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തുറയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം നോമ്പ് തുറക്ക് ഞാൻ ഒരുപാട് വറപൊരികളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും ഒരു ദിവസം മാറി മാറി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ മീൻ കറി ആട്ടോ വെക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് മീൻ കിട്ടി. അപ്പോൾ ഞാനത് മീൻ കറിയൊക്കെ വെച്ച് ചോറൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ കുറച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ശരിക്കൊന്ന് വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം മുളക് പൊടി ഞാൻ പിരിയമുളകാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. നല്ല കളറും ഒക്കെ കിട്ടും. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മല്ലിപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല മീൻകറിക്ക്. ഈ മീൻകറിക്ക് കേട്ടോ, ചില മീൻകറിക്ക് അങ്ങനെ ഉപയോഗിക്കണം മീൻകറി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ മീൻകറിയുടെ ഗ്രേവി നല്ലത് കിട്ടുന്നത്. അപ്പോൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ഒരു മീൻകറിക്ക് ഒരുപാട് തരത്തിലുള്ള മീൻകറികളുണ്ട്. നമ്മൾ ചെയ്തിട്ടുമുണ്ട് ചാനലിൽ. പക്ഷേ ഇത് വേറൊരു പ്രത്യേക മീൻകറിയാട്ടോ. ഇതിപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലും വെക്കുന്ന ഒരു ടൈപ്പ് മീൻകറിയാണ് ഇത്. ഞാൻ എപ്പോഴും വെക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതാ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ മത്തിയൊക്കെ വെച്ച് അപ്പം നല്ലൊരു മുളകാറൊക്കെ വെക്കാൻ തോന്നി. ഭയങ്കര ഒരു ഇഷ്ടം തോന്നാണ് മീനിനോടൊക്കെ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇറച്ചി തന്നെ കഴിക്കുന്നതുകൊണ്ട് മീനാണ് ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് ചോറ് തിന്നാമെന്ന് വിചാരിച്ച് ചോറിനുള്ള തയ്യാറാണ് കേട്ടോ. കുറച്ച് കുടപ്പുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ കുറച്ച് ചെമ്മീനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ ചുമ്മാ ഉള്ളി മുളകും ഇട്ടിട്ട് കുറച്ച് വേപ്പില ഇട്ട് ഉപ്പും ഇട്ട് അതിലേക്ക് ഇട്ടു. കുഞ്ഞി ചെമ്മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെമ്മീനത്തിന് ടേസ്റ്റ് കൂടുതലാണെന്നല്ലേ പറയാം. ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത്ര മാത്രമേ ചെമ്മീത്തിൽ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ കിടന്ന് നല്ലവണ്ണം വറ്റിയൊക്കെ വരുന്നുണ്ട്. അവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ചെമ്മീനും ഇവിടെ ശരിയായിട്ടുണ്ട്. അത് നേരം കൊണ്ട് അതും അവിടെ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റിന് ഞാൻ ഉരുളൻകിഴങ്ങ് മാത്രമാണ് ഇപ്പോൾ വേവിച്ചെടുത്തുള്ളൂ. കട്ട്ലേറ്റിൻ്റെ മസാല ഓൾറെഡി എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ എടുത്തിരുന്ന മസാല എടുക്കുമ്പോൾ 2 ദിവസത്തിനായിട്ട് എടുക്കും. അപ്പോൾ അത് കുറച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അതും കൂടി ഇട്ട് ശരിക്കും ഒന്ന് കുഴച്ച് നല്ലവണ്ണം കട്ട്ലേറ്റിന് കുഴക്കുമ്പോൾ നല്ലവണ്ണം കുഴക്കണം കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ ഇട്ട് കുഴക്കണം. എന്നാലാണ് നമ്മുടെ കട്ട്ലേറ്റ് നല്ലൊരു പരുവായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ട്ലേറ്റ് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലവർ ഒക്കെ ചോദിക്കും ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോയി ശരിക്കും ഭംഗിയായിട്ട് കിട്ടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ കുഴ ശരിയാവാത്തതുകൊണ്ടാണ്. ഉരുളൻകിഴങ്ങ് നല്ലൊരു പശയാണ് ഉരുളൻകിഴങ്ങ്. ആ പശ ഉരുളൻകിഴങ്ങും എല്ലാം ഈ ചിക്കനോ ബീഫ് എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ലോണം യോജിച്ച് കിട്ടണം. അത് യോജിച്ച് കിട്ടുന്നത് വരെ നമ്മൾ കുഴച്ച് ശരിയാക്കി എടുക്കണം. എന്നാലാണ് ആ കട്ട്ലേറ്റ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ മുട്ട അടിച്ച് വെച്ചിട്ട് മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക. അതൊന്ന് അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ
അത്താഴത്തിന് ഞങ്ങൾ മീൻകറിയും ചോറും ഒക്കെ കഴിച്ചു. ചെമ്മീൻ ചിക്കിയതെന്നോ എന്താ പറയുക, ചിക്കിയതോ ഉള്ളി മുളകിട്ട് ചതച്ചില്ലേ, അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ നോമ്പ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. നാളെ ഞാൻ നല്ലൊരു വിഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അതൊക്കെ കാണണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.